ഒരു സുപ്രധാന നീക്കമാണ് പശ്ചിമേഷ്യയിൽ നടന്നിരിക്കുന്നത്. ഖത്തറിലുള്ള അമേരിക്കയുടെ വ്യോമത്താവളത്തിൽ നിന്നും 40ഓളം വിമാനങ്ങൾ അമേരിക്ക മാറ്റിയിരിക്കുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് C-130 അടക്കം ചാരവിമാനങ്ങളടക്കം 40ഓളം ജെറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് ജൂൺ 19 ഉപഗ്രഹ ചിത്രം വിശകലനം ചെയ്യുമ്പോൾ കേവലം 3 വിമാനങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി ജൂൺ 5 ജൂൺ 19 ഇടയിൽ ബാക്കിയുള്ള വിമാനങ്ങളെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അൽ ഉദൈദ വ്യോമത്താവളം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് അൽ ഉദൈദ വ്യോമത്താവളം. ഇവിടെ നിന്നാണ് ഈ വിമാനങ്ങളെല്ലാം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ വരുന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന മറ്റൊരു വാർത്ത, ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ഖത്തർ വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ നിന്ന് ഈ വിമാനം മാറ്റിയിരിക്കുന്നതെന്നാണ്. ഇതിനിടയിൽ 2 ആഴ്ച കൂടി ട്രംപ് ഇറാന് സമയം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ ചില നീക്കുപോക്കുകൾ നടക്കുന്നു, ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്ക പുതിയൊരു ഫോർമുല, ഇറാന് പുറത്ത് സമ്പുഷ്ട യുറേനിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കാം എന്നൊരു ഫോർമുല കൂടി ഇറാന്റെ മുമ്പിലേക്ക് അമേരിക്ക വെക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ഒരു പുതിയ കരാറിന് ഒരുങ്ങിയേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കണക്കിലെടുത്തിട്ടാണോ എന്നറിയില്ല. ഏതായാലും ഖത്തർ വിമാനത്താവളത്തിൽ നിന്നും അമേരിക്കൻ വിമാനങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ കാട്ടിത്തരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.